ആയില്ലേ നമ്മുടെ ചാനലിൽ നമ്മളൊരു ഹോൾ വീഡിയോ ചെയ്തിട്ട് ഇന്ന് നമുക്കൊരു ഹോൾ വീഡിയോ ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഒന്നും വരാത്തത് വെക്കേഷനൊക്കെ അതിനെക്കൂടെ കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഹോൾ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഏതൊക്കെ സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളതെന്നൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി സർപ്രൈസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മുടെ ചാനൽ കാണുന്ന ഭൂരിഭാഗം പേർക്കും ഇഷ്ടമുള്ള സംഭവമാണ് ജേർണലിങ്. അങ്ങനെ ജേർണലിങ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയുള്ളൊരു സ്റ്റിക്കർ സെറ്റാണ് കേട്ടോ. ഇതിൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതായത് ഇതിൽ ടോട്ടൽ 6 കുഞ്ഞു ബോക്സസ് ഉണ്ട്. ആ ഓരോ ബോക്സും ഓരോ തീമിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് ഓഷ്യൻ ആൻഡ് സ്കൈസ് തീമിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഓരോ ബോക്സിലും ഓരോ തീമുണ്ട്. അപ്പോൾ നമുക്ക് തീമിൻ്റെ ജേർണലൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു അടിപൊളി സ്റ്റിക്കർ സെറ്റാണ് കേട്ടോ. നെക്സ്റ്റ് ഈ കാണിക്കുന്നത് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത്. അതായത് നമ്മൾ പിക്നിക്കിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് പറിക്കുമല്ലോ, ആ ഫ്ലവേഴ്സിനൊക്കെ നമ്മൾ ഡ്രൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിക്കറിൻ്റെ അകത്ത് വെച്ച് ഒട്ടിച്ചിട്ട് നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. ആൻഡ് അത് നമുക്ക് ബുക്ക് മാർക്കായിട്ട് മാറ്റാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്യുന്നൊരു വീഡിയോ നമ്മുടെ ചാനൽ വിടാൻ വരുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു നേർങ്ങനെയുള്ള, അതായത് ഭയങ്കര തിന്നായിട്ടുള്ളൊരു വാഷി ടൈപ്പ് സെറ്റാണ്. എനിക്കിതിൻ്റെ കളറും ഇതിൽ വരുന്ന പാറ്റേൺസും ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ആക്ച്വലി ഞാനൊരു പിങ്ക് ലൈറ്റ് കളേഴ്സ് വിട്ടിട്ടുള്ള വാഷി ടൈപ്സ് ഒന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം നമ്മൾ ജേർണൽസിൽ നിന്ന് വാങ്ങിച്ച സമയത്ത് വാങ്ങിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് ഞാൻ വേറെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സ്റ്റിക്കർ സെറ്റ്. പിന്നെ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ നമ്മളൊരു കംപ്ലീറ്റ് മേക്ക് ഓവർ വീഡിയോ വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യുന്നുണ്ട്. ആ മേക്ക് ഓവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂം ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ ഈ സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തിട്ടുള്ള റൂമും കംപ്ലീറ്റ്ലി മേക്ക് ഓവർ ചെയ്തിട്ട് വേറെ ലുക്കിലേക്ക് ആക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞത് അത് ഇതല്ല കേട്ടോ, അത് ഞാൻ പറയാം. അതിന് മുമ്പ് ഞാൻ എത്രയോ തവണ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും കൊണ്ട് കളയുന്ന ഒരു സാധനമാണ് ഈ പേപ്പർ കട്ടേഴ്സ്. ഞാൻ കുറേ പേപ്പർ കട്ടേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചിലതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, ബാക്കിയുള്ളത് ഇതുപോലെ മിസ്സായിട്ട് ഞാൻ ഒന്നും കൂടെ വാങ്ങിച്ചായിട്ട് നമ്മുടെ കുറോമി തീമിൽ. പിന്നെ ഇത് കാണുന്നത് കുറച്ച് പെൻ ആൻഡ് പെൻസിൽ സെറ്റാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പെന്നാണ്. ഈ പെണ്ണ് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഞാൻ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് നിങ്ങൾ വിചാരിക്കണം. അദ്രതീസ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അവരുടെ സൈറ്റിൽ ഒരുപാട് നല്ല ക്യൂട്ട് ഐറ്റംസ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നിങ്ങൾക്ക് അവൈലബിൾ ആകും. അപ്പോൾ അദ്രതീസ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള പേജ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള സർപ്രൈസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? യെസ്, കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബാക്ക് ടു സ്കൂൾ ഗീവ് അവേ ഉണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഗീവ് അവേ ആയിരുന്നു അത്. അതിൽ നമ്മൾ ഒരുപാട് സ്കൂൾ ബാഗ്സും അതുപോലെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിൽസും പൗച്ചസും ഒക്കെ നമ്മൾ ഗീവ് അവേ ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സെയിം സംഭവം നമ്മൾ ഇത്തവണയും ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഇത്തവണയും കുറച്ച് പേർക്ക് ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, സ്കൂൾ ബാഗ്സ്, പൗച്ചസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഗിവ് അവേ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽക്ക് ഈ ഒരു വീഡിയോ ഇടുന്നത് മുതൽക്കുള്ള നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾ പ്രോപ്പറായിട്ട് കാണുകയും അതിനെല്ലാം ലൈക്ക് ഇടുകയും അതിനെല്ലാം കമൻറ്റ് ഇടുകയും ചെയ്യുക. കാരണം ഇങ്ങനെയൊരു സ്പെസിഫിക് വീഡിയോൻ്റെ താഴെ വരുന്ന കമൻറ്റിൽ നിന്നായിരിക്കില്ല സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വരുന്നതിലുള്ള കമൻറ്റ്സിൽ ഏറ്റവും നന്നായിട്ട് കമൻറ്റ് ഇടുന്നവരും ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇടുന്നവരായിരിക്കും നമ്മുടെ ഗിവ് അവേ വിന്നറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് മുതൽക്ക് നമ്മുടെ വീഡിയോയിൽ കറക്റ്റായിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ല കമൻറ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളായിരിക്കും വിന്നറായിരിക്കും കേട്ടോ. അപ്പോൾ വിന്നേഴ്സിനൊക്കെ എപ്പോഴാണ് അനൗൺസ് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ. അതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ വേറെ വരുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒരു വാഷി ടേപ്പ് ഡിസ്പെൻസറാണ് കേട്ടോ. അത് അതിൻ്റെ കൂടെ തന്നെ ഒരു വാഷി ടേപ്പും അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇനി കാണിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള 2 ഷാർപ്നേഴ്സാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ക്യൂട്ടായിട്ടുള്ള പെന്ന്, പെൻസിൽസ്, ഡയറീസ് അതേപോലെ തന്നെ ഇഷ്ടമുള്ളൊരു സാധനമാണ് ക്യൂട്ടായിട്ടുള്ള ഷാർപ്നേഴ്സ് ആൻഡ് എറേസേഴ്സ് കേട്ടോ. അത് കുറേ മുമ്പേ ഉള്ളൊരു ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കും. എൻ്റെ ഷാർപ്നേഴ്സൊക്കെ യൂസ് ചെയ്യില്ല, ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് മാഗ്നറ്റിക് ബുക്ക് മാർക്കാണെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. അതായത് ഞാൻ ബുക്ക് നന്നായിട്ട് വായിക്കുന്ന ഒരാളാണെന്ന് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാഗ്നറ്റിക് ബുക്ക് മാർക്കാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. പക്ഷേ ഇത് ബുക്ക് മാർക്കാണ്, മാഗ്നറ്റിക് അല്ല, പേപ്പർ ബുക്ക് മാർക്കാണ് കേട്ടോ. പക്ഷേ ഇതും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ അധികം യൂസ് ചെയ്യുന്നൊരു സാധനമൊന്നുമല്ല, പക്ഷെ എന്നാലും ആ ക്യൂട്ട്നെസ് കണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിക്കുന്ന കവായ് സ്റ്റിക്കർ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ വരുന്ന അതേ പാറ്റേൺ വരുന്ന സ്റ്റിക്കറിൻ്റെ പോലുള്ള ഒരു സ്റ്റാപ്ലർ സെറ്റാണ് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മൾ മുമ്പ് ജേർണൽസിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു കട്ടിംഗ് മാറ്റ്, ഒരു പിങ്ക് കളറിൽ, അതിൻ്റെ ഒരു ബ്ലാക്ക് കളറിലുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ ജേർണൽസിൽ നിന്ന് വാങ്ങിക്കാൾ ചെറിയ പ്രൈസിനാണ് ഞാൻ ഈ ഒരു അദ്രതീസ് ഹോം എന്ന് പറയുന്ന പേജിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് നോക്കുന്നുണ്ട്, ഇതിൽ മാർക്ക് പോലും വരുന്നില്ല. പക്ഷേ ഞാൻ ജേർണൽസിൽ നിന്ന് വാങ്ങിച്ചതിൽ എൻ്റെ മുകളിൽ കട്ട് ചെയ്യുന്ന മാർക്ക് അതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഒരു സ്റ്റാമ്പാണ്. ഞാൻ ആദ്യമായിട്ടുണ്ട് അങ്ങനത്തെ സ്റ്റാമ്പ് വാങ്ങിയത്, പക്ഷേ സ്റ്റാമ്പ് വാങ്ങി സ്റ്റാമ്പ് പാഡ് വാങ്ങിക്കാൻ മറന്നായി. ഇനി
അടുത്തത് കാണിക്കുന്നതാണ് ഈ വീഡിയോയിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള സംഭവം. അതായത് ഒരു ബ്ലൈൻഡ് ബോക്സ് ഓപ്പണിംഗ് ആണ്. ഒന്നല്ല 20 ബ്ലൈൻഡ് ബോക്സ്. അത് ബ്ലൈൻഡ് ബോക്സ് കീ ചെയിൻസ് ആണ് കേട്ടോ. അത് ആക്ച്വലി ഇതിൻ്റെ അകത്ത് നല്ല ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻസ് ആണ് വരുന്നത്. ആൻഡ് ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതും വീണ്ടും ആ അദ്രുതീസ് ഹോം എന്ന് പറയുന്ന പേജിൽ തന്നെ കേട്ടോ. ഈ ഒരു ബ്ലൈൻഡ് ബോക്സിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയാം? 20 രൂപ. 20 രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും 20 ബ്ലൈൻഡ് ബോക്സസ് വാങ്ങിച്ചത്. ടോട്ടൽ 400 റുപ്പീസിനാണ് നമ്മൾ ഇത്രയും. ഇനി ഇത് ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അത് നിങ്ങൾ നല്ല ഒരു ASMR ആയിട്ട് കണ്ടോളൂ കേട്ടോ. Je cherche un homme, un Pierre au Paul, un Jacques au Tom. Into the scene he described by creating an imaginary picture. Usually it's something that moves. Calico. 20 രൂപേൻ്റെ ബ്ലൈൻഡ് ബോക്സ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കീ ചെയിൻസ് ആണ് കേട്ടത്. ടോട്ടൽ 20 ബ്ലൈൻഡ് ബോക്സാണ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കീ ചെയിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ കൊടുത്ത 20 രൂപ ഭയങ്കര വേർത്തായിട്ട് തോന്നും. കാരണം ഇതേ സെയിം സാധനം ഞാൻ വേറെ വില കൂടിയിട്ട് നല്ല കൂടിയ പ്രൈസിന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്ലൈൻഡ് ബോക്സ് കീ ചെയിൻ ബ്ലൈൻഡ് ബോക്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അദ്രുതീസ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള പേജ് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ. നമ്മുടെ ഹലോ കിറ്റി തീമിൽ വരുന്ന ഒരു ഹെയർ ക്ലിപ്പാണ്. നല്ല ക്യൂട്ട് ആൻഡ് ക്വാളിറ്റി പറയേണ്ട എക്സെപ്ഷണൽ ക്വാളിറ്റിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് മുമ്പൊക്കെ, നമ്മുടെ ക്രേസിലി കവായി എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്നാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സൈറ്റ് ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയും ക്രേസിലി കവായി ആണ്. കാരണം അവരുടെ സൈറ്റിൽ നിന്ന് ഞാൻ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ സെറ്റാണിത്. ഇതും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഫസ്റ്റിൽ കാണിച്ച സെറ്റിന് 250 ഇതിനും 250. പ്രൈസ് അഫോർഡബിൾ ആണോ എന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾക്ക് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന പ്രൈസിന് വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും അവരുടെ സൈറ്റിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്തത് നമ്മുടെ ക്യാൻ ദിസ് ലവ് ബി ട്രാൻസ്ലേറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു സീരീസിലുള്ള ഈ ഒരു തലയാട്ടുന്ന പൂച്ചക്കുട്ടി ഉണ്ടല്ലോ. ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്യുന്നത് നമ്മുടെ ഡെസ്കിൽ ഒരു അടിപൊളിയായിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് രാവിലെ നേരം വെളുക്കുമ്പോൾ ലൈറ്റ് വരുന്ന മുതൽക്ക് ഇത് തലയാട്ടാൻ തുടങ്ങും. പിന്നെ ഈവനിങ് സൺസെറ്റ് ആവുന്ന വരെ ഇത് തലയാട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. നൈറ്റിലൊന്നും തലയാട്ടില്ല. ഇത് സോളാറിൽ വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് ബാറ്ററി ഒന്നും ആവശ്യമില്ല. അടിപൊളി ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.